എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ട് മഷി കഴിയുമ്പോൾ വെറുതെ കളയുന്ന ആ ഒരു പെന്നുകളില്ലേ, അല്ലെങ്കിൽ ചില പെന്നുകൾ കുറച്ച് നാൾ എഴുതി കഴിയുമ്പോൾ പിന്നെ ശരിക്കും ആ ഒരു ഫ്ലോയിൽ എഴുതില്ല, കുറച്ച് എഴുതും പിന്നെ എഴുതില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അത് വേസ്റ്റ് ആക്കിയിട്ട് ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ദൂരെ ഇടാറുണ്ട്. അങ്ങനെയുള്ള പെന്നുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 റീയൂസ് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ 2 ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ ആണത്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. ആദ്യം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം. ഇനിയപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് പെന്നുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ചില പെന്നൊക്കെ മഷി കഴിഞ്ഞതാണ്, ചിലതൊക്കെ കുറച്ച് എഴുതി കഴിയുമ്പോൾ മര്യാദയ്ക്ക് അങ്ങോട്ട് എഴുതില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ഉപയോഗിക്കാതെ വിട്ടിട്ടുള്ള പെന്നുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പെന്നെടുത്തിട്ട് ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ചേച്ചി ഇത് എഴുതി കാണിക്കണേന്ന്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെന്നിൽ മഷി ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് അതിനൊരു പ്രൂഫ് കാണിച്ചു തന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. കണ്ടോ, ഈ ഒരു പെന്ന് വെറുതെ ഇങ്ങനെ കുറച്ച് എഴുതും പിന്നെ എഴുതില്ല, പിന്നെ എഴുതും, അങ്ങനത്തെ ഒരു മോഡലാണ്. ആദ്യമൊക്കെ കുറച്ച് നാൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മഷി ഇരുന്ന് കട്ടയായതോ എന്തോ അറിയില്ല, ശരിക്കും എഴുതാണ്ടായപ്പോൾ പിന്നെ കുറേ വേസ്റ്റായി. ഇത് വില കുറഞ്ഞൊരു പെന്നാണ്, അതുകൊണ്ടാണ് അന്ന് കുറേ വാങ്ങിയത്. കണ്ടില്ലേ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. അതിപ്പോൾ കൈപ്പെട്ട പോലെയായി. അങ്ങനെയാണ് കേട്ടോ അന്ന് ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനത്തെ പെന്ന് കുറേ വെച്ച് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 പെന്നാണ്. ഏകദേശം ഒരേ ഒരു ഹൈറ്റിലൊക്കെ വരുന്ന ഒരു 4 പെന്ന് നമ്മൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ 2 പഴയ ഫൈബറിൻ്റെ പ്ലേറ്റുകളാണ്. മിക്ക വീട്ടിലും ഉണ്ടാവും ഇതുപോലത്തെ നിറം മങ്ങിയിട്ടൊക്കെയുള്ള ഫൈബറിൻ്റെ പ്ലേറ്റുകൾ. ഇങ്ങനത്തെ പ്ലേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ആരും ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ പണ്ടത്തെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 2 എണ്ണം എടുക്കുക. ഇതാണെങ്കിൽ ഇപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ആകെ കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്, യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇതിനും ഒരു റീയൂസ് ആവട്ടെ. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ഇനി അതിൽ നിന്ന് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 കോർണറിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനത്തെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഗ്യാസിൽ നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് തന്നെ ചൂടാവണം, എന്നാലേ ഇത് ഹോളാവുള്ളൂ. ഇത് നല്ല കട്ടിയുള്ളതല്ലേ, പ്ലേറ്റ് അല്ലേ. അപ്പോൾ ആ ചൂടുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ ഒരേ സൈഡിൽ തന്നെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ഹോളായിട്ട് കിട്ടും. ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ കൈമൊന്നും പൊള്ളാണ്ടൊക്കെ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഹോളായിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഞാൻ 3 ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് ഉള്ളിലോട്ട് ആയിട്ടാണ് ഹോൾ ഇട്ടത്. കുറച്ചും കൂടി ആ ഒരു പ്ലേറ്റിൻ്റെ വശങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിയിട്ട് പുറത്തോട്ട് നീങ്ങിയിട്ട് ഹോൾ ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഇതുമ്മ പിന്നെ കുറച്ച് പൊട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ഒന്ന് ചെയ്തതാണ്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ആ ഒരു 4 പെന്ന് നേരത്തെ എടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ ട്യൂബൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. 4ഉം ഒരേ ഹൈറ്റ് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 4 ആണികളാണ്. നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ഹോളിന് കണക്കായിട്ടുള്ള രീതിയിൽ ആ ഹോളിലൂടെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള 4 ചെറിയ ആണികളും എടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ 4 ആണികൾ ഞാൻ ആ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തിരിക്കുമ്പോഴേക്കും അതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ടായാലും ഒട്ടിക്കാം. കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ഡ്രോപ്പ് ആക്കിയിട്ട് അവിടെ കൊടുക്കുക. അപ്പോൾ അതങ്ങനെ സ്റ്റിക്കായിട്ട് കറക്റ്റായിട്ട് ഇരുന്നോളും, പിന്നെ ഇളകാണ്ടിരിക്കും. ഇനി അതുപോലെ തന്നെ ഫ്രണ്ടിലും ഒന്നാക്കി കൊടുക്കുക, അപ്പോഴും അതൊന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പെന്നില്ലേ, 4 എണ്ണം ട്യൂബൊക്കെ മാറ്റിയിട്ട് അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഗമ്മാക്കിയിട്ട് ഈ ആണികളുടെ മുകളിലൂടെ വെച്ച് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ആണിയും എന്തെങ്കിലും ടൈപ്പിലുള്ള സെല്ലോ ടൈപ്പ് ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പെന്ന് വെച്ചാൽ ഒന്നും കൂടി ആ ഒരു ടൈറ്റിൽ ഇങ്ങനെ ഇരിക്കും പെന്ന്. അപ്പോൾ നല്ല ടൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് തന്നെ ഒട്ടിക്കേണ്ടി വരും. ഞാനിപ്പോൾ അങ്ങനെ ചുറ്റി കൊടുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഉറപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു സ്ട്രെങ്ത്ത് കൂടും.
ഇതിപ്പോൾ ഞാൻ ആ ടേപ്പ് 4 എണ്ണത്തിലും ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേന ഫിറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ടേപ്പ് ചുറ്റിയിട്ട് പിന്നെ ഫിറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് ചെയ്യാൻ എളുപ്പം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ചുറ്റിയെടുത്തത്. ഇതിപ്പോൾ നല്ല തിളക്കമുള്ളൊരു ടേപ്പാണ്, പക്ഷേ ക്യാമറയിൽ എന്തോ അതങ്ങനെ അറിയുന്നില്ല. ഇപ്പോൾ ഇതേ ഇത്രയ്ക്കാണ് അപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി അടുത്തതായിട്ട് ഒരു പഴയ റബ്ബറിൻ്റെ പീസ് വേണം. കുട്ടികളുടെ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ കാണും ഒരു ചെറിയ റബ്ബർ പീസ്. അതിൽ നിന്നൊരു 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ റബ്ബറിൻ്റെ പീസ് ഇല്ലെങ്കിൽ പഴയ സ്ലിപ്പറില്ലേ, ആ ഒരു ചെരുപ്പിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതായാലും മതി. പൊട്ടിയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 4 പീസ് എടുക്കുക. ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പെന്നും അടുത്തൊരു പ്ലേറ്റില്ലേ അത് തമ്മിൽ നന്നായിട്ട് ഒട്ടും ഇടയിൽ റബ്ബർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ റബ്ബറിൽ സൂപ്പർ ഗ്ലൂ ആക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പെന്നിങ്ങനെ കടത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. നമുക്ക് 4 മൂടി എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. താഴെ പ്ലേറ്റ് മുട്ടാതെ ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ആ ഫസ്റ്റ് തന്നെ ആണിയൊക്കെ കയറ്റിയ സമയത്ത് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വിട്ടുപോയ കാര്യം, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ തലതിരിച്ച് പിടിച്ചിട്ടാണ് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് കിച്ചണിലൊക്കെ ചെറിയ ചെറിയ ഇതുപോലത്തെ ബോക്സുകളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റും. അതുപോലെ നൈൽ പോളിഷ് അതേ മോഡൽ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഈ സ്റ്റാൻഡ് നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ വെറുതെ കളയുന്ന 4 പെന്നും 2 പഴയ പ്ലേറ്റും ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സ്റ്റാൻഡ് റെഡിയാക്കാം. അതാണ് ഒന്നാമത്തെ റീയൂസ്. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ പെന്നൊട്ടിക്കുമ്പോൾ കുറച്ചുകൂടി അകത്തിയിട്ട് ആ ഒരു വക്കിനോട് ചേർന്നിട്ട് 4 എണ്ണം ചെയ്താൽ മതി കേട്ടോ. എൻ്റെ അവിടെ ചെറിയൊരു പൊട്ടലുള്ളതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വെച്ചത്. അപ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത്. ഇനി നമുക്ക് അടുത്തൊരു ഐഡിയ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പെന്നും അതുപോലെ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ ടേപ്പും ഞാൻ എടുക്കുന്നുണ്ട്. ടേപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും കളറിലുള്ള ചെരട് വുളൻ്റെ ത്രെഡൊക്കെ ചുറ്റി കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ടേപ്പ് ഉള്ളതുകൊണ്ട് എടുക്കുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ പെന്നുകളൊന്ന് കവർ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 6 പെന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. നമ്മൾ എത്ര പെന്ന് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ലെങ്ത്തിൽ എടുക്കുക. ഒരു 2 മടക്കിയിട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. 2ആയി മടക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു നടുഭാഗത്താണ് ഇതുപോലെ കൊളുത്താൻ വേണ്ടിയിട്ടൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കയറ് പിടിച്ചിട്ട് കുറച്ച് അകലത്തിലായിട്ട് ഈ പെന്നുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കിങ്ങനെ ഈ കയറിങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ അകന്ന് വരും. നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനത്തെ കയറ് 2 വള്ളിയൊക്കെ കൂട്ടി പിരിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു അകൽച്ച ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പെന്നിങ്ങനെ കടത്തി വയ്ക്കുക. അതേ സ്ഥലത്ത് തന്നെ ഓപ്പോസിറ്റുള്ള കയറിൽ മറ്റേ ഭാഗവും കടത്തി വയ്ക്കുക. വല്ലാണ്ട് അങ്ങനെ അറ്റത്തല്ല, കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. എല്ലാ പെന്നും നമുക്കൊരു ലാഡർ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സോക്സുകളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് കൊള്ളുമല്ലോ, അങ്ങനെ ഒരു ഹെൽപ്പുണ്ട്. പിന്നെ വേണമെങ്കിൽ തുണികൾ ഉണങ്ങാനിടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാവുന്നൊരു സംഭവമായില്ലേ ഇപ്പോൾ. സോക്സ്, ടവല് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് കബോർഡിൽ തൂക്കിയിടാൻ പറ്റും. അപ്പോൾ കുറേ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയറൊന്നും മാറാണ്ടൊക്കെ ഒരേ ഇതിലാക്കിയിട്ട് ഇടാനും പറ്റും. ഇതുപോലത്തെ കയറിന് പകരം നിങ്ങൾക്ക് ഭംഗിയുള്ള വേറെ ഏതെങ്കിലും വള്ളികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും കൂടുതലായിട്ട്. ഇതാകുമ്പോൾ കയറിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് കയറിയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗമ്മാക്കി കൊടുത്താൽ പിന്നെ അത് അനങ്ങില്ല. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഈ 2 ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. അതുപോലെ പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേറെ നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.